ഹായ് ഹലോ നമസ്കാരം. SN മീഡിയ 1 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എഞ്ചിനീയറും മണ്ടത്തരമാണോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മണ്ടത്തരമാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ന്യൂസിലൂടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിപ്പോൾ അടിവാരം പോത്തുണ്ടി പാലമാണ്. പാലത്തിന് ഇപ്പോൾ താൽക്കാലികമായി എന്ന് പറയുന്ന ഒരു നിർമ്മിച്ച പാലമാണ്. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ചെറിയ ഒരു മഴ പെയ്തു. അന്ന് വന്ന വെള്ളത്തിൽ ഈ താൽക്കാലികമായി ഇപ്പോൾ 9 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഇട്ട മണ്ണ് ആ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ വെള്ളം മുഴുവനായിട്ട് ഒലിച്ചു പോയി. അപ്പോൾ ഈ ഒരു പാലം ഉപയോഗശൂന്യമായി ഇപ്പോൾ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി ആയിട്ടുണ്ട്. ആ പാലം പൊളിഞ്ഞതും ആ പഴയ പാലമൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വളരെ വലിയ ന്യൂസുകളിൽ വരെ മനോരമ ന്യൂസ് പോലെയുള്ള ന്യൂസുകൾ വരെ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത്, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് തിരുവമ്പാടി കോടഞ്ചേരി ഉള്ള ആൾക്കാർക്ക് അടിവാരവുമായി ബന്ധപ്പെടാനും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് വരുന്ന പണ്ട് മുതലേ ഉള്ള ആൾക്കാർ ഷോർട്ടായിട്ട് നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വരെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാലമായിരുന്നു. ആ പാലം പൊളിഞ്ഞതിന് താൽക്കാലികമായിട്ട് നിർമ്മിച്ച 9 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കിയത്. വളരെ മണ്ടത്തരം എന്ന് പറയുകയാണ്. ഇപ്പോൾ നമുക്ക് താൽക്കാലികമായി എന്ന് പറയുമ്പോൾ താൽക്കാലികമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ. പക്ഷേ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ അതിൻ്റെ റോഡിൻ്റെ മുകളിലൂടെയുള്ള ഇപ്പോൾ ഉണ്ടാക്കിയ ചെറിയൊരു നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിലൂടെയുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയി. വളരെ എന്താ പറയുക, ഉപയോഗശൂന്യമായി, ഉപയോഗിക്കാൻ പറ്റാത്തൊരു രൂപത്തിലാണ്. വളരെ അധികം ആൾക്കാർ ഈ ഒരു പാലം ഉപയോഗിക്കുന്ന ഒരു പാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് യാത്രാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങളുടെ രൂക്ഷമായ സമ്മർദ്ദം കൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിക്കാൻ തന്നെ സ്റ്റാർട്ടായത്. അതൊക്കെ നിങ്ങൾക്ക് ന്യൂസുകളിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാലവും അതിൻ്റെ ഈ ഒരു മണ്ടത്തരവുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഴയ ഈ വെള്ളപ്പൊക്കത്തിൽ വന്ന പാലവും അതിനുശേഷം ഈ മണ്ണ് ഒലിച്ചു പോകുന്നതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം.